ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡില് ഹർഷൻ പറയുന്ന കഥയൊന്നും ഭാമ വിശ്വസിക്കാതെ വരുമ്പോ കാർത്തികയും ഹർഷനും പ്രണയിച്ച് നടന്നപ്പോ എടുത്ത ഫോട്ടോസ് കാണിച്ചു കൊടുക്കണേ. ഇത് കണ്ട് ഭാമ ഞെട്ടും. അങ്ങനെ വിഷ്ണു പറയും, അമ്മ കണ്ടല്ലോ, നല്ല വ്യക്തമായിട്ട് കണ്ടല്ലോ, ഇനി എന്ത് തെളിവാ അമ്മയ്ക്ക് വേണ്ടത്? കാർത്തിക എങ്ങനെ എന്റെ അടുത്തെത്തിയെന്ന് നല്ല സ്പഷ്ടമായി പറഞ്ഞ സ്ഥിതിക്ക് ആ വിഷയം ഇനി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നത് നല്ലത്. ഈ സമയം വിഷ്ണുവിന്റെ ഈ ദേഷ്യവും ആ ചൂടൊക്കെ കാണുമ്പോ അവിടെ നിന്ന് ആ ചേച്ചി പറയും, ഞാൻ പറഞ്ഞില്ലേ വിഷ്ണുവിനിപ്പോ ചൂട് പിടിച്ച് വരുന്നുണ്ട്. അങ്ങനെ വിഷ്ണു ഭാമയോട് പറയണേ, ചെയ്തതും ചെയ്യിപ്പിച്ചതെല്ലാം നമുക്കിവിടെ മറക്കാം. ശാലിനി മൊത്തുള്ള ജീവിതം അത് മാത്രമേ ഞാനിപ്പോ ആവശ്യപ്പെടുന്നുള്ളൂ. ഇനി അമ്മ പറഞ്ഞതുപോലെ അവൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞാനതങ്ങ് സഹിച്ചു. അമ്മേ, ഇനിയെങ്കിലും ഞങ്ങൾ ഒന്നിച്ച് കഴിയാൻ ഒന്ന് അനുവദിക്കേ. ഈ താരി ഞാൻ കെട്ടേണ്ടത് എന്റെ ശാലിനിയുടെ കഴുത്തിലാ. ഇത് കേൾക്കുമ്പോ അവിടെ എല്ലാവർക്കും സന്തോഷാവും. ഭാമയ്ക്കങ്ങ് ദേഷ്യം വരും. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇവൾ ഉത്തരം പറയുന്നുണ്ട്. പക്ഷെ എന്റെ ചോദ്യങ്ങൾക്ക് മാത്രം ഇവൾ ഉത്തരം പറയുന്നില്ല. എന്റെ ചോദ്യത്തിന് എന്ന് ഉത്തരം കിട്ടുന്നോ അന്ന് എനിക്ക് ശാലിനിയെ അംഗീകരിക്കാൻ പറ്റൂ. അപ്പൊ ശാലിനി ഇങ്ങനെ തല താഴ്ത്തും വീണ്ടും. അങ്ങനെ രാഘവേട്ടൻ പറയും, എടാ വിഷ്ണു, ഭാമ എന്തും പറയട്ടെ, നോക്ക്, മുഹൂർത്തം കഴിയാറായി. നിന്റെ ജീവിതകാലം മുഴുവനും കല്യാണ മുഹൂർത്തം കുറിച്ച് നടക്കാനാവില്ല ഈ അച്ഛന്. ദാ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യണം. ഡാ, ശാലിനിയുടെ കഴുത്തിൽ ആ താലി നീ ഒന്നുകൂടി കെട്ടണം. അപ്പോ ഭാമ പറയും, വിഷ്ണു, എന്റെ സമ്മതത്തിൽ ഇവിടെ ഇങ്ങനൊരു ചടങ്ങ് നടക്കില്ല. സത്യഭാമയ്ക്ക് ഒറ്റ വാക്കേ ഒരു പ്രവൃത്തിയും. ഇത് കേൾക്കുന്ന എല്ലാവരും പരസ്പരം നോക്കും. തിരുമേനിക്കും, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് സത്യമേ? ഭാമ പറയും, ചടങ്ങ് നടത്തിയിട്ട് നിങ്ങൾ പ്രതിഫലം വാങ്ങിക്കുമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എടുക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ എടുത്തോ. ഇനി ഇവിടെ ഒരു ചടങ്ങുമില്ല. ഇത് ഞാൻ തീരുമാനിച്ച കല്യാണ. ഇത് നടക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും ഞാൻ തന്നെയാ. വന്നവർക്കെല്ലാം ഭക്ഷണം കഴിച്ചിട്ട് പോകാം. അപ്പോ രാഘവേട്ടൻ പറയും, എടാ മോനെ, ശാലിനിയെ പിടിച്ച് അടുത്തോട്ട് നിർത്ത്. കേൾക്കുന്ന ഭാമയ്ക്കാണെങ്കില് ദേഷ്യം ഇരട്ടിയാവാണ്. നിർത്ത്. അങ്ങനെ വിഷ്ണു അത് കേൾക്കുമ്പോ, ശാലിനി വാ എന്ന് പറഞ്ഞ് വിളിച്ചതിനു ശേഷം ശാലിനിയെ പിടിച്ച് തന്റെ അടുത്തേക്ക് നിർത്താണേ. ഇത് കാണുമ്പോ ഭാമയുടെ ദേഷ്യം ഒന്നുകൂടെ ഇരട്ടിയാവും. എന്നിട്ട് രാഘവേട്ടൻ, തിരുമേനി, നിങ്ങൾക്ക് ഞാൻ തരും മറ്റുള്ളവർ തരുന്നതിനേക്കാളും കൂടുതൽ ദക്ഷിണ. ആ താലിയെടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുക്കൂ. അത് കേൾക്കുന്ന തിരുമേനി ഓ എന്ന് പറഞ്ഞ് താലെടുത്ത് ആ താലത്തിലുള്ള താലി വിഷ്ണുവിന് കൊടുക്കണേ. ഭാമയ്ക്ക് ഇതൊക്കെ കാണുമ്പോ ദേഷ്യം വരികയാണേ. അങ്ങനെ ആ താലി വിഷ്ണു അതിന്ന് എടുക്കും. ശ്യാമയ്ക്കൊക്കെ വലിയ സന്തോഷാവുന്നുണ്ട്. രാഘവേട്ടൻ പറയും, ഇനി പൂജകൾ അതിന്റെ മുറയ്ക്ക് നടക്കട്ടെ. രാഘവേട്ടൻ പറയും, കെട്ടട മോനെ താലി. അങ്ങനെ ശാലിനി ഇങ്ങനെ സന്തോഷത്തിൽ നിൽക്കുകയാണിപ്പോ വിഷ്ണുവും. അങ്ങനെ വിഷ്ണു താലിയെടുത്ത് ശാലിനിയുടെ കഴുത്തിൽ അങ്ങ് കെട്ടാൻ തുടങ്ങുന്ന സമയത്ത് ഭാമ ശാലിനിയെ അവിടുന്ന് പിടിച്ചു വലിച്ചങ്ങ് മാറ്റും. ഇത് കാണുന്ന രാഘവേട്ടന്റെ ദേഷ്യം കൂടുന്നുണ്ട്. എല്ലാവരും ഞെട്ടി നിൽക്കുക. ഭാമ, വിഷ്ണു, എന്നെ ധിക്കരിക്കാനാ നിന്റെ പുറപ്പാടല്ലേ? വിഷ്ണു പറയും, അല്ല, എന്റെ ശാലിനിക്ക് ഞാൻ കൊടുത്ത വാക്കു പാലിക്കാൻ. ഭാമ ശാലിനിയെ നോക്കിയിട്ട് പറയും, ഇത് കഴിഞ്ഞുള്ള വരും വരായികകൾ നീ ഒരിക്കൽ അനുഭവിച്ചതാ. വിഷ്ണു പറയും, ആ ഒരു അനുഭവത്തിന്റെ പുറത്ത് എനിക്കിപ്പത് ചെയ്തേ പറ്റൂ അമ്മേ. അതുകൊണ്ട് ഒക്കെ അമ്മ എന്നോട് അങ്ങ് ക്ഷമിക്കുക. ഭാമ പറയും, വിഷ്ണു, ഒരൊറ്റ രാത്രി കൊണ്ട് ഇരുട്ടി വെളുക്കുന്നതല്ല ലോകം. വിഷ്ണു പറയും, അമ്മേ, ആ ലോകത്ത് നടക്കാനും നിൽക്കാനും പഠിപ്പിച്ചത് അമ്മ തന്നെയല്ലേ? ഇനി ഞാനൊന്ന് സ്വയം നടന്നു നോക്കട്ടെ. ഭാമയ്ക്കങ്ങ് ദേഷ്യം വരും. ദേ, തെന്നി വീഴുമ്പോ പിന്നാലെ വരണമെന്ന് പറയരുത് നീ എന്നോട്. വിഷ്ണു പറയും, അല്ല, ഇനി അമ്മയുടെ കൺവട്ടത്ത് പോലും ഞാൻ വരില്ല. ഭാമ പറയും, ഹോ, ഞാനുമായിട്ടുള്ള സകല ബന്ധങ്ങളും അറുത്തു മുറിച്ചിട്ടേ നീ ഇവളുടെ കഴുത്തിൽ താലി കെട്ടാൻ പാടുള്ളൂ. അപ്പൊ രാഘവേട്ടൻ പറയും, ഡാ വിഷ്ണു, മുഹൂർത്തം കഴിയാറായി, നീ താലി കെട്ട്, ബാക്കി പ്രസംഗമൊക്കെ നമുക്ക് പിന്നെ കേൾക്കാം. അപ്പൊ വിഷ്ണു ഭാമയെ മൈൻഡ് ചെയ്യാതെ താലി കെട്ടാനായി ശാലിനിയുടെ അടുത്ത് പോകാൻ തുടങ്ങുമ്പോ ഭാമയ്ക്കങ്ങ് ദേഷ്യം വരും. വിഷ്ണു, ഒരമ്മ മനസ്സ് നൊന്ത് പ്രാഗിയാൽ 7 ജന്മം കഴിഞ്ഞാലും എവിടെ കുളിച്ചാലും അത് മാറില്ല. ഇപ്പൊ നീ ഇവളുടെ കഴുത്തിൽ താലി കെട്ടുമായിരിക്കും, പക്ഷേ സ്വസ്ഥതയോടുകൂടി നീ ഇവളുടെ ഒപ്പം ജീവിക്കില്ല ഒരു നിമിഷം പോലും. വിഷ്ണുവിന് വല്ലാത്ത പുച്ഛം തോന്നാ. രാഘവേട്ടൻ പറയും, പിന്നെ ദുർവാസാവിന്റെ കൊച്ചുമോളൊന്നുമല്ലല്ലോ ശപിച്ച് കല്യാണം മുടക്കി കളയാൻ. കഷ്ടം തന്നെ. കെട്ടടാ അങ്ങോട്ടെ. തിരുമേനി, പൂജ നടക്കട്ടെ. തിരുമേനി പൂജയൊക്കെ ചെയ്യാൻ തുടങ്ങണേ. വിഷ്ണു, ശാലിനി വാ എന്ന് പറഞ്ഞ് വീണ്ടും ശാലിനിയെ തന്റെ അടുത്തേക്ക് നിർത്തണ്. ശാലിനി വീണ്ടും പ്രതീക്ഷയോടെ വിഷ്ണുവിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും. ഇത് കാണുന്ന അവിടെ എല്ലാവർക്കും സന്തോഷാവുന്നുണ്ട്. ഭാമയ്ക്ക് ഒഴികെ. വിഷ്ണു ഇങ്ങനെ എതിർക്കുന്ന കാണുമ്പോ ഭാമയ്ക്ക് വല്ലാത്തൊരു ഞെട്ടല് ഇപ്പോഴും മാറിയിട്ടില്ല. അങ്ങനെ പൂജയൊക്കെ തുടങ്ങി താലി കെട്ടാനായി ഒരുങ്ങുമ്പോഴായിരിക്കും അവിടേക്ക് ചന്ദ്രബോസും ടീമും വരുന്നത്. അങ്ങനെ വിഷ്ണു ശാലിനിയുടെ കഴുത്തിൽ താലി കെട്ടാനായി കഴുത്തിന്റെ അടുത്ത് എത്തുന്നുണ്ട്. അത് കെട്ടാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ കെട്ടാൻ തുടങ്ങുമ്പോ അവിടെ എല്ലാവർക്കും സന്തോഷാവും. രാഘവേട്ടനും രോഹിത്തിനും ശ്യാമയ്ക്കും എല്ലാവർക്കും. അങ്ങനെ എല്ലാവരും സന്തോഷത്തിൽ നിൽക്കുമ്പോഴായിരിക്കും സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസ് വരുന്നത്. പോലീസും സന്നാഹമായിട്ട് വരുന്ന കാണുമ്പോ അവിടെ ആർക്കും മനസ്സിലാവുന്നില്ല. എല്ലാവരും എന്താന്നുള്ള രീതിയിൽ നോക്കുക. അങ്ങനെ ചന്ദ്രബോസ് പറയും, താലി കെട്ടാൻ വരട്ടെ. ഒരു കൊലപാതക കുറ്റത്തിന്റെ കേസില് ഞാൻ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യാൻ പോവാ. ഇത് കേൾക്കുന്ന ശാലിനിയും വിഷ്ണുവും ഭാമയും എല്ലാവരും ഞെട്ടിപ്പോവാ. വിഷ്ണുക്കും കൊലപാതകോ?
ബോസ് പറയും അതെ, ആസൂത്രണമായ ഒരു കൊലപാതകം. ബോസ് പറയും അത് ചെയ്യിച്ചത് നീയാണെന്ന് ഞങ്ങൾക്ക് നല്ല വ്യക്തമായി കഴിഞ്ഞു. മധുശ്രീ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. വിഷ്ണുയ്ക്കും ആരെ കൊന്നെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ബോസ് പറയും അത് ആരെയാണെന്ന് അറിഞ്ഞാലേ നീ ഇവിടുന്ന് അനങ്ങത്തുള്ളൂ അല്ലേടാ എന്ന് നോക്കുമ്പോ ശാലിനി പറയും മിസ്റ്റർ ACP. മാഡം. ശാലിനി പറയും ആരെയാണ് കൊന്നതെന്ന് അറിയാനുള്ള അവകാശം പ്രതിയാക്കപ്പെടുന്ന ആൾക്കുണ്ട്. ഇനി അതും ACPയുടെ രഹസ്യ നിയമാവലി പറഞ്ഞിട്ടില്ലെന്നുണ്ടോ? ബോസ് പറയും മരണപ്പെട്ടത് കാർത്തിക. ഇത് കേൾക്കുന്ന കാർത്തികയുടെ അച്ഛനും അമ്മയും ആകെ ഞെട്ടി ഷോക്കായി പോവാ. അവര് മാത്രമല്ല വിഷ്ണു, ശാലിനിയും, അങ്ങനെ അവിടെ നിൽക്കുന്ന ഓരോരുത്തരും. ശൈലജയ്ക്കും എന്റെ മോളോ? രാജേട്ടാ, നമ്മുടെ മോള്, അവളെ നമ്മളിപ്പോ കണ്ടതല്ലേ ഉള്ളൂ. രാജേന്ദ്രൻ പറയും വാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അവര് വേഗം ഡ്രസ്സിംഗ് റൂമിലേക്ക് പോവാ. അങ്ങനെ ബോസ് പറയും നെട്ടൂർ പാലത്തിന്റെ അവിടെ കരിഞ്ഞു കത്തി നശിച്ച നിലയിൽ കാറിൽ കണ്ട ബോഡി കാർത്തികയുടേതാണോന്ന് അന്വേഷിച്ചു വരികയാണ്. ഈ സമയം ഹർഷനും അവിടുന്ന് പോകുകയാണ്. അങ്ങനെ ബോസ് പറയും അത് ചെയ്യിച്ചവരെ വിഷ്ണു പറഞ്ഞിട്ടാണ് ചെയ്യിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ വിഷ്ണു പറയും ഇല്ല ചന്ദ്രബോസേ, ഇത് ചതിയാണ്, എന്നെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ടുണ്ടാക്കിയ ചതിയാ. ശാലിനി പറയും മിസ്റ്റർ ACP, പല രീതിയിലും ഉള്ളിലുള്ള വൈരാഗ്യം കാണിക്കാം, പക്ഷെ ഇത് ഇത്തിരി കടന്ന കൈയായി പോയി. ഈ അറസ്റ്റ് ഒന്നും നടക്കില്ല. ബോസ് പറയും വാറന്റ് ഉണ്ട് മാഡം, അറസ്റ്റ് ചെയ്തോ. അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോ ശാലിനി പറയും സ്റ്റോപ്പ് ഇറ്റ്. കാർത്തികയുടെ അല്പം മുമ്പ് വരെ ഉണ്ടായിരുന്നു എന്ന് അവളുടെ അച്ഛനും അമ്മയോ പറഞ്ഞത്. പിന്നെ അവളെ കാറിനകത്തിട്ട് കത്തിച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കണോ? ബോസ് പറയും എങ്കിൽ ഒന്ന് വിളിച്ചോണ്ട് വരണം മാഡം, കൊണ്ടുവന്ന് കാണിക്കണം. എനിക്കങ്ങനെ കള്ളം പറഞ്ഞ് ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ മധുശ്രീ പറയും പറഞ്ഞത് ന്യായമാണ് ACP സാറേ, അല്ല ഞങ്ങൾക്കും അക്കാര്യത്തില് ഒരു ബോധ്യം വരണല്ലോ. അങ്ങനെ ബോസ് പറയും വിളിച്ചോണ്ട് വാ, കൊണ്ടുവന്ന് കാണിച്ചു തരണം മാഡം. കാർത്തിക എന്ന പെൺകുട്ടി ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോന്ന് ഒന്ന് കാണിച്ചു തരണം. അപ്പോ ശാലിനി പറയും ശ്യാമേ പോയി കാർത്തികയെ വിളിച്ചോണ്ട് വാ. ശരി കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ് ശ്യാമ അവിടുന്ന് പോവാ. അവിടെയാണെങ്കിൽ ഇപ്പോ എല്ലാവരും നല്ല ടെൻഷനിലാണ് നിൽക്കുന്നത്. ശാലിനി നല്ല ധൈര്യത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ ശ്യാമ നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോവാ. അവിടെ ഒന്ന് നോക്കുമ്പോ അവിടെ കാർത്തികയില്ല. കാർത്തികേ എന്ന് വിളിച്ച് ചുറ്റിലും അന്വേഷിക്കണേ. ഇതേ സമയം ശ്യാമ വരാൻ ലേറ്റ് ആവുമ്പോ ശാലിനി വിചാരിക്കും ശ്യാമ വരാൻ എന്താ ലേറ്റ് ആവുന്നത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നിങ്ങനെ വിചാരിച്ച് വിഷ്ണുവിനെ ഇങ്ങനെ നോക്കുമ്പോ വിഷ്ണു ഒന്നും ചെയ്തിട്ടില്ല എന്നിങ്ങനെ ശാലിനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കാണ്. ബോസ് വയ്ക്കും എവിടെ മാഡം, വിളിക്കാൻ പോയ അനുജത്തിയെ കാണുന്നില്ലല്ലോ. അങ്ങനെ ശ്യാമ തിരിച്ചെത്തുമ്പോ ശാലിനിക്കും കാർത്തിക എവിടെ ശ്യാമേ? ശ്യാമറിയും അവിടെ എവിടെയും കാർത്തികയെ കാണാനില്ല കുഞ്ഞേച്ചി. ഇത് കേൾക്കുന്ന എല്ലാരും ഞെട്ടും. ഭാമയ്ക്കും അയ്യോ കാണാനില്ലെന്നോ? ബോസ് പറയും എങ്ങനെ കാണും, ചാക്കിൽ കെട്ടി കടലിൽ താഴ്ത്താൻ കൊടുത്തുവിട്ട കാർത്തികയെ എളുപ്പവഴിയിൽ പാലത്തിന്റെ അവിടെ ഇട്ട് കത്തിക്കാൻ നോക്കിയതാണ്. എടാ നീ ഏൽപ്പിച്ച ഗുണ്ടകൾക്ക് പറ്റിയ ആദ്യത്തെ പിഴവ്. എടാ ഇപ്പൊ ആ പിഴയാണേ നിന്റെ കയ്യിലെ വിലങ്ങായി മാറാൻ പോകുന്നത്. വിഷ്ണുവിന് അങ്ങ് ദേഷ്യം വരാണേ ചെയ്യാത്തൊരു കാര്യം ഇങ്ങനെ പറയുമ്പോ. ഡാ ചന്ദ്രബോസേ, വേണ്ടാതിനം പറയരുത്. ഞാൻ കാർത്തികയെ കൊല്ലാൻ ഗുണ്ടകളെ ഏർപ്പാടാക്കിന്നോ? ബോസ് പറയും അതേടാ, അതിന്റെ ഉത്തരം സിമ്പിൾ അല്ലേടാ. ശാലിനി മേഡവുമായിട്ട് ഒന്നിക്കാൻ വേണ്ടി കാർത്തികയെ ഒഴിവാക്കണം. പല രീതിയിൽ നീ പറഞ്ഞു നോക്കി, പല ശ്രമങ്ങളും നടത്തി. വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോ അറ്റുകൈ പ്രയോഗം എന്നുള്ള നിലയിൽ കൊല്ലാനുള്ള കൊട്ടേഷനും കൊടുത്തു. ഇനി നീ ഒറ്റയ്ക്കാണോ അതോ എന്ന് പറഞ്ഞ് ശാലിനിയെ കൂടെ ഇങ്ങനെ നോക്കുകയാണേ. ശാലിനി പറഞ്ഞിട്ടാണോ ചെയ്യിച്ചതെന്നുള്ള രീതിയിൽ അർത്ഥം വെച്ചാണ് ബോസ് സംസാരിക്കുന്നത്. കൂട്ടുപ്രതികൾ ആരെങ്കിലും ഉണ്ടോന്ന് നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാലല്ലേ പറയിപ്പിക്കാൻ പറ്റൂ. കൂട്ടുപ്രതികൾ ഉണ്ടെന്ന് തന്നെയാ എന്റെ സംശയം. കാർത്തികയെ ഒഴിവാക്കാൻ വേണ്ടി ആരൊക്കെ ഓടി നടന്നോ അവരൊക്കെ സംശയത്തിന്റെ നിഴലിലാടാ. ശാലിനി ഉദ്ദേശിച്ചാണെന്ന് എല്ലാവർക്കും ശാലിനിക്കും മനസ്സിലാവുന്നുണ്ട്. ശാലിനി മുഖം തിരിക്കുമ്പോ ബോസ് വയ്ക്കും ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? രാഘവൻ സാറ് പറയും അല്ല സാറേ, കുറെ നേരമായിട്ട് സാറ് കൊന്നു എന്നാണേ പറയുന്നത്. എന്റെ മകനെ കൊന്നതെന്ന് നിങ്ങൾക്കൊരു കവല ചെറുക്കം പറഞ്ഞ അറിവല്ലേ ഉള്ളൂ, അല്ലാതെ മറ്റെന്തെങ്കിലും തെളിവ് സാറിന് കാണിക്കാൻ പറ്റുമോ? അപ്പൊ ബോസ് പറയും മറ്റേ പോലീസിന്റെ അടുത്ത് എടോ താൻ ആ ഫോൺ എടുത്തേ. ഭാമയോട് പറയും കല്യാണം കൂടാൻ വന്നവർക്ക് മകന്റെ കല്യാണം കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല, എന്നാ മകനെ ഒരു പെണ്ണിനോടുള്ള പരാക്രമണമെങ്കിലും അച്ഛൻ കണ്ടെന്ന് ആശ്വസിക്കട്ടെ, എന്നിട്ട് മറ്റുള്ളവർക്ക് ഇതങ്ങ് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. അതങ്ങ് കൊടുക്കടോ എന്ന് പറയുമ്പോ ആ പോലീസ് ഫോണിലൊരു വീഡിയോ പ്ലേ ചെയ്ത് അത് ശാലിനിയുടെ കയ്യിലേക്ക് കൊടുക്കണേ. അതില് വിഷ്ണു നേരത്തെ കാർത്തികയോടെ ദേഷ്യപ്പെട്ട ആ ഭാഗമാണ് കത്തിവെച്ച് കൊല്ലുന്നു പറഞ്ഞതും കല്യാണത്തിന് പിന്മാറണമെന്നും പറഞ്ഞ ആ വീഡിയോ. ഇത് കാണുന്ന ശാലിനി അങ്ങ് ഞെട്ടും. എല്ലാവരും ശാലിനിക്കും വിഷ്ണുട്ടാ എന്താ ഇതൊക്കെ? വിഷ്ണു പറയും അത് അവളെ കല്യാണത്തിന് പിന്തിരിപ്പിക്കാൻ വേണ്ടി. ശാലിനി ആകെ പേടിച്ചിട്ടുണ്ട്. അങ്ങനെ ബോസ് അത് വാങ്ങിച്ചിട്ട് പറയും ഇനി വേറെ തെളിവുണ്ട്. ഈ വീഡിയോയിലെ വിഷ്ണുവിന്റെ കയ്യിലിരിക്കുന്ന കത്തി എടുത്ത് കാണിച്ചു കൊടുക്കടോ എന്ന് പറഞ്ഞിട്ട് ആ കത്തി എടുത്ത് തെളിവായിട്ട് കാണിച്ചു കൊടുക്കുക. വെറുതെ അല്ല, അതിന്റെ മേലെ രക്തം പുരണ്ടിട്ടുണ്ട്. വിഷ്ണു ആകെ ഷോക്കായി പോവും. കാരണം വിഷ്ണു കാർത്തികയോട് ദേഷ്യപ്പെട്ട് കഴിയുമ്പോ ആ കത്തി കാർത്തികയുടെ മുന്നിലിട്ടിട്ടാണല്ലോ പോകുന്നത്. അതിങ്ങനെ ആലോചിക്ക. ഇപ്പൊ ആ കത്തി എടുത്ത്
കാണിച്ചു കൊടുക്കുമ്പോൾ ശാലിനിയും ഭാമയും രാഘവേട്ടനും എല്ലാവരും ഞെട്ടും. വിഷ്ണു ഈ കത്തിയിൽ പറ്റിയിരിക്കുന്ന ബ്ലഡ് കാർത്തികയുടേതാണെന്ന് തെളിയുകയും ഇതിലെ ഫിംഗർ പ്രിന്റ് വിഷ്ണുവിന്റേതാണെന്നും തെളിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടറോട് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല മാഡം എന്ന് വെക്കുമ്പോ ശാലിനിക്ക് മറുപടി പറയാനില്ല. തല താഴ്ത്തി നിൽക്കുക. ബോസ് പറയും സഹകരിക്കണം മാഡം. ശാലിനി ഒന്നും പറയുന്നില്ല. അങ്ങനെ ബോസ് പറയും അറസ്റ്റ് ചെയ്യടോ. ഈ സമയം പോലീസുകാരെ ആ വിലങ്ങ് വിഷ്ണുവിന്റെ കയ്യിലേക്ക് വെക്കുക. താലി കെട്ടാൻ വേണ്ടി താലി പിടിച്ചു നിന്ന കയ്യിലിപ്പോ വിലങ്ങണീച്ചിരിക്കുക. അവിടെയുള്ള എല്ലാവരും വലിയ സങ്കടത്തിലാ. മധുശ്രീ നല്ല സന്തോഷത്തിലും. ഭാമ പറയും സാർ, എന്റെ മകൻ ആരെയും കൊല്ലാൻ കഴിയില്ല. ഈ പറയുന്നതും കാണിച്ചതൊക്കെ കള്ളവാ. ഇതൊക്കെ നിങ്ങൾ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥ. ഇവൻ പറഞ്ഞില്ലേ അവളെ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. മോനെ വിഷ്ണു എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ വിഷ്ണു പറയും അമ്മയുടെ പ്രാക്കിന് ഇത്രയും ശക്തി ഉണ്ടാകുന്നേ ഞാൻ കരുതിയില്ല. അത് കേൾക്കുമ്പോ ഭാമ എങ്ങ് ഞെട്ടിപ്പോവാണേ. വിഷ്ണു പറയും മകൻ ചെയ്യില്ല എങ്കിൽ എന്ത്? അമ്മ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടന്നില്ലേ? എടാ മോനെ. വിഷ്ണു പറയും അമ്മയുടെ മനസ്സ് പോലെ തന്നെ കാര്യങ്ങൾ നടന്നില്ലേ? ഇല്ലേ? ഇത്രയ്ക്കും ക്രൂരയാവരുതായിരുന്നു അമ്മ. മോനെ എന്ന് വിളിക്കുമ്പോ വിഷ്ണു വിരൽ ചൂണ്ടിട്ട് പറയും എന്നെ ഇനി അങ്ങനെ വിളിക്കരുത്. അമ്മേ, മക്കളെ സ്നേഹിക്കണം, പക്ഷെ അത് അവരുടെ ജീവിതം തകർത്തുകൊണ്ടാവരുത്. നിങ്ങൾ എന്നെ ഒരിക്കലും സ്നേഹിച്ചിരുന്നില്ല. ആരോടൊക്കെയുള്ള ദേഷ്യത്തിന് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിച്ചു. മകൻ ചത്താലും വേണ്ടിയില്ല മരുമക്കളുടെ കണ്ണീര് കാണാൻ ആഗ്രഹിക്കുന്ന അമ്മായിയമ്മമാരെക്കാളും തരം താഴ്ന്നുപോയി എന്റെ അമ്മ. ഇത് കേൾക്കുന്ന ഭാമ ഇപ്പോ സങ്കടത്തോടു കൂടി വിഷ്ണുവിന്റെ മുന്നിലെ തല താഴ്ത്തി നിന്ന് കരയാണ്. അപ്പോഴും വിഷ്ണു പറയും അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ ഇനി കാണണ്ട. എടാ മോനെ. വിഷ്ണു പറയും എന്റെ ജീവിതത്തിൽ ഇപ്പോ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരാളാ നിങ്ങളിപ്പോ. വിഷ്ണു എന്ന് വിളിക്കുമ്പോ വിഷ്ണു പറയും എന്നെ ഇങ്ങനെ തകർത്തത് അമ്മയല്ലേ അമ്മേ? കാർത്തിക അവളെ എന്നെ കൊണ്ട് കെട്ടിക്കാൻ നോക്കിയതിന്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയതാ ഈ അറസ്റ്റ്. അമ്മയ്ക്ക് അപ്പൊ ജയിക്കണം. ആ കാർത്തികയെ അമ്മ അതിനായിട്ട് ഉപയോഗിച്ചു. എന്നിട്ട് ആരാ ജയിച്ചത്? ഒരു തെറ്റും ചെയ്യാത്ത ഞാനിപ്പോ കൊലപാതകി. ഇനി രക്ഷിക്കാനാണെന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ വരരുത്. അമ്മ കഞ്ഞി നൽകിയ മരണമാണെന്ന് മനസ്സിനെ പഠിപ്പിച്ച് ഞാൻ അനുസരണയോടെ ആ തൂക്കുമരത്തെ അങ്ങ് സ്വീകരിച്ചോളാം എന്ന് പറയുമ്പോഴും ഭാമ ഇങ്ങനെ സങ്കടത്തിൽ കരയണേ. ശാലിനി ഇപ്പോ മരവിച്ച അവസ്ഥയിൽ അവിടെ ഇങ്ങനെ നിൽക്കുക. ഇത് കാണുന്ന മധുശ്രീക്കും ബോസിനും നല്ല സന്തോഷാവുന്നുണ്ട്. അങ്ങനെ ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലാണ് വിഷ്ണു. ശാലിനി, മാപ്പ്. സ്വപ്നങ്ങൾ തന്ന് മോഹിപ്പിച്ചതിന്. ഒന്നിച്ചൊരു ജീവിതം കൺമുന്നിൽ കയ്യെത്തും ദൂരത്തെത്തിയിട്ടും നമുക്കതിന് സാധിച്ചില്ലല്ലോ. ഇനിയൊട്ടും സാധിക്കുകയില്ല. മനസ്സ് തകർന്നാ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആരോടും യാത്ര ചോദിക്കുന്നില്ല. ഒന്നിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഓടിയില്ലേ? ഒരുപക്ഷെ അടുത്ത ജന്മമെങ്കിലും. അപ്പൊ ശാലിനി പറയും വിഷ്ണുവേട്ടാ തളരരുത്. ഒരറസ്റ്റ് കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല. ഇത് ചതിയാ. ഇതില് നമ്മൾ ഭയന്നു പോയാൽ പിന്നെ നമ്മളില്ല. ആരൊക്കെയോ ഇതിന് പിന്നിലുണ്ട്. അവരുടെ പിന്നാലെ ഞാനും ഉണ്ടാകും. ഇതിന്റെ സത്യം എന്താണെന്ന് പുറത്തു വരും വരെ. വിഷ്ണുവിനെ ചെറിയൊരു ധൈര്യം കിട്ടണപ്പോ അങ്ങനെ വിഷ്ണു പറയും അച്ഛാ എന്ന് വിളിച്ച് അച്ഛൻ്റെ അടുത്തും പറയാൻ തുടങ്ങുമ്പോഴേക്കും ബോസ് പറയും ഹലോ, എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം. വലിയ യാത്രയപ്പും കാര്യങ്ങളൊന്നും വേണ്ട. ടൂറൊന്നും പോവല്ലോ. വിഷ്ണു ഇങ്ങനെ ബോസിനെ ദേഷ്യത്തിലാ നോക്കുന്നത്. ബോസ് പറയും അവനെ പിടിച്ച് വണ്ടി കേട്ടടോ. അങ്ങനെ അവര് വന്ന് വിഷ്ണുവിന്റെ കയ്യിൽ പിടിക്കുമ്പോ വിഷ്ണു പറയും ബലപ്രയോഗമൊന്നും വേണ്ട, വരും എന്നിങ്ങനെ പറയുന്ന സമയം അവര് വിടാ. അതിൽ ബോസ് പറയും ഇങ്ങോട്ട് മാറടോ എന്ന് പറയുന്ന ശേഷം വാട ഇങ്ങോട്ടെന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ കൈ പിടിച്ച് വലിക്കുമ്പോ ഒരു സിംഹത്തെ പോലെ അലറിക്കൊണ്ട് വിഷ്ണു പറയും ഏയ് വരും വരും എന്നിങ്ങനെ വിരൽ ചൂണ്ടി പറഞ്ഞതിന് ശേഷം മുന്നോട്ട് നടക്കാണ്. അങ്ങനെ ശാലിനിയുടെ മുന്നിൽ വെച്ച് തന്നെ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ആ താലിയും കൈ പിടിച്ചുകൊണ്ടാ വിഷ്ണു പോകുന്നത്. അവര് പോയി കഴിഞ്ഞാലേ പിന്നാലെ ശാലിനിയും പോകുന്നുണ്ട്. എല്ലാവരും തകർന്നിരിക്കണേ സങ്കടത്തോടു കൂടെ. അങ്ങനെ പോയി കഴിഞ്ഞാ ഭാമ പറയും രാഘവേട്ട നമ്മുടെ മോൻ. അപ്പോ രാഘവേട്ടൻ ഭാമയെ ദേഷ്യത്തിൽ നോക്കുകയാണേ. ഭാമയുടെ ആ ശാപം അത് ഫലിച്ച പോലെയാണ് രാഘവേട്ടനും ഇപ്പോ ഭാമയോട് പെരുമാറുന്നത്. ഭാമയാണെങ്കിൽ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞു പോയത് ഇങ്ങനെ സംഭവിക്കുന്ന അറിയാത്തൊരവസ്ഥയിൽ നിൽക്കുക. ഈ സമയം മധുശ്രീ ആണെങ്കിൽ ഇതെല്ലാം കണ്ടിങ്ങനെ ആസ്വദിക്കണേ. ശേഷം അവിടെ സംഭവിച്ച ചില കാര്യങ്ങൾ ആലോചിക്കും. അതായത് വിഷ്ണു കാർത്തികയോട് അങ്ങ് പൊട്ടിത്തെറിക്കുന്നുണ്ടല്ലോ. ആ കത്തി വെച്ച് പിന്മാറണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതൊക്കെ മധുശ്രീ മുമ്പേ കേൾക്കുന്നുണ്ട്. ശേഷം അതെല്ലാം ഇവരറിയാതെ വീഡിയോ എടുക്കുന്നുണ്ട്. മധുശ്രീ ഇങ്ങനെ ആ വീഡിയോ എടുക്കുന്നൊക്കെ കാണിച്ചിട്ടാണ് ആദ്യത്തെ പാർട്ട് 1 കഴിയുന്നത്. അപ്പോ ഇതിന്റെ പാർട്ട് 2 ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്